എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാങ്കിങ് എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? ബാങ്കിങ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആകെ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ഡേറ്റ്സും കാര്യങ്ങളും കുറച്ചൊന്ന് പഠിക്കണം മറ്റതിനേക്കാൾ. അത്രയും മാത്രമാണ് ഈ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്നത്. ബാക്കിയെല്ലാം തിയറി തന്നെയാണ് ബാങ്കിങ് എന്ന പോർഷൻ. ഓക്കെ അല്ലേ? സോ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ PPT? ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ? താഴെ പറയുന്നതിൽ ഏതാണ് പബ്ലിക് സെക്ടർ ബാങ്ക് അല്ലാത്തത്? ഏതാണ് ആൻസർ? യെസ്, HDFC ബാങ്ക് കറക്റ്റ് ആൻസർ ആണ്. HDFC ബാങ്ക് ആണ് പബ്ലിക് സെക്ടർ അല്ലാത്തത്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. ഓക്കെ, ബാക്കി എല്ലാ ബാങ്കുകളും ഗവൺമെന്റ് ഓൺഡ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. രണ്ടാമത്തത്, RTGS സ്റ്റാൻഡ്സ് ഫോർ. RTGSന്റെ ഫുൾ ഫോം എന്താണ്? കറക്റ്റ് ആൻസർ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്നുള്ളതാണ്. എ ആണ് ആൻസർ, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്. ക്ലിയർ അല്ലേ? അടുത്തത്, ഹു ലോഞ്ച് ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം? ആരാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്? ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം കറക്റ്റ് ആണ്, RBI ആണ് കൊണ്ടുവന്നത്. RBI ആണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം കൊണ്ടുവന്നത്. നാലാമത്തത്, കോർ ബാങ്കിങ് മീൻസ്. കോർ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫുൾ ഫോം എന്താണ്? കോർ ബാങ്ക്. കോർ ബാങ്ക് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ആണ്. കറക്റ്റ് ആൻസർ എ ആണ് ആൻസർ, സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച്. അടുത്തത്, NEFT ട്രാൻസാക്ഷൻ ആർ പ്രോസസ്ഡ്. NEFT ട്രാൻസാക്ഷൻ റിയൽ ടൈം ആണോ, ബാച്ച് മോഡ് ആണോ, ഡെഫേർഡ് ക്ലിയറിംഗ് ആണോ, ഓവർനൈറ്റ് സെറ്റിൽമെന്റ് ആണോ? യെസ്, ബാച്ചിലാണ് സെറ്റിൽ ചെയ്യുന്നത്. ബാച്ച് മോഡ് ആണ് കറക്റ്റ് ആൻസർ, ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, വിച്ച് വൺ ഈസ് എ ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്? താഴെ പറഞ്ഞതാണ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്. യെസ്, ആക്സിസ് ബാങ്ക് ആണ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്. 1991 റിഫോമിന് ശേഷം വന്നവയാണ് പ്രൈവറ്റ് ബാങ്ക്സ്, ന്യൂ ജനറേഷൻ എന്ന രീതിയിൽ നമ്മൾ പറയുന്നു. ഇനി സ്വിഫ്റ്റ് നെറ്റ്വർക്ക് ഈസ് യൂസ് ഫോർ. സ്വിഫ്റ്റ് നെറ്റ്വർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്വിഫ്റ്റ് നെറ്റ്വർക്ക് യെസ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മെസ്സേജിങ്ങിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മെസ്സേജ്. ECS ഇസ് മെയിൻലി യൂസ് ഫോർ. ECS എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ECS യെസ്, ബൾക്ക് യൂട്ടിലിറ്റി പേയ്മെന്റ് ആൻഡ് സാലറി. അതിനുവേണ്ടിയാണ് ECS നമ്മൾ ഉപയോഗിക്കുന്നത്, ഇലക്ട്രോണിക് ക്ലിയറിംഗ്. അടുത്തത്, ഇന്റർനെറ്റ് ബാങ്കിങ് റിക്വയർസ്. താഴെ പറഞ്ഞാൽ എന്താണ് ഇന്റർനെറ്റ് ബാങ്കിങ്ങിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്? യെസ്, ലോഗിൻ ക്രിഡൻഷ്യൽസും ആവശ്യമാണ്, ഇന്റർനെറ്റ് ആക്സസും ആവശ്യമാണ്. അടുത്തത്, വിച്ച് ബാങ്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് മൊബൈൽ ബാങ്കിങ് ഇൻ ഇന്ത്യ? മൊബൈൽ ബാങ്ക് ആദ്യമായി കൊണ്ടുവന്ന ബാങ്ക് ഏതാണ്? ICICI ബാങ്ക് ആണ് കൊണ്ടുവന്നത്. അടുത്തത്, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ലിസ്റ്റഡ് അണ്ടർ. ഏത് ആക്ട് പ്രകാരമാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂൾ പ്രകാരമാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അതുകൊണ്ടാണ് അവയെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. റീറ്റെയിൽ ബാങ്കിങ് സെർവ്സ്. ഏത് ഇൻഡസ്ട്രിയാണ് റീറ്റെയിൽ ബാങ്കിങ് സെർവ് ചെയ്യുന്നത്? യെസ്, ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെയാണ് റീറ്റെയിൽ ബാങ്കിങ് സെർവ് ചെയ്യുന്നത്. അവരുടെ സേവിങ്സ്, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇലക്ട്രോണിക് പേയ്മെന്റ് മെത്തേഡ്?
ഈസി ആണ്. സി ആണ് ആൻസർ, ചെക്ക് ആണ്. ബാക്കിയെല്ലാം ഇലക്ട്രോണിക് പേയ്മെന്റ് മെത്തേഡ്സ് തന്നെ. ബി അല്ല ആൻസർ. ബി ഉൾപ്പെടെ ബാക്കിയുള്ളവയെല്ലാം ഇലക്ട്രോണിക് പേയ്മെന്റ് മെത്തേഡ് ആണ്. ചെക്ക് ആണ് ഇലക്ട്രോണിക് പേയ്മെന്റ് മെത്തേഡ് അല്ലാതെ പേപ്പർ ബേസ്ഡ് പേയ്മെന്റ് ആണ്. അടുത്തത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഡീൽസ് വിത്ത്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഡീൽസ് വിത്ത്. യെസ്, കസ്റ്റമർ ഗ്രീവൻസസുമായിട്ട്, കസ്റ്റമറുടെ കംപ്ലയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ. 15ാമത്തത് വിച്ച് ബാങ്ക് വാസ് നാഷണലൈസ്ഡ് ഇൻ 1969? വിച്ച് ബാങ്ക് വാസ് നാഷണലൈസ്ഡ് ഇൻ 1969? 1969 നാഷണലൈസ് ചെയ്യപ്പെട്ട ബാങ്ക് ഏത്? യെസ് ബാങ്ക്, ICICI ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബന്ധൻ ബാങ്ക്. ഏതാണ് ആൻസർ? ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 14 മേജർ ബാങ്ക്സ് were nationalized in 1969 including ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തത് വിച്ച് ഫോറിൻ ബാങ്ക് ഹാസ് ദ മോസ്റ്റ് ബ്രാഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് ഉള്ള ഫോറിൻ ബാങ്ക് ഏതാണ്? ഫോറിൻ ബാങ്ക്, ഫോറിൻ ബാങ്ക്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ആണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് ഉള്ളത്. ക്ലിയർ ആണോ? ഇന്ത്യയിൽ ഫോറിൻ ബാങ്ക് എന്ന നിലയിൽ. മിനിമം എമൗണ്ട് ഓഫ് RTGS ട്രാൻസ്ഫർ, മിനിമം എമൗണ്ട് എത്രയാണ് RTGS ട്രാൻസ്ഫറിന് വേണ്ടിയുള്ളത്? യെസ്, 2 ലക്ഷമാണ് മിനിമം. ക്ലിയർ ആണോ? മിനിമം ലിമിറ്റ്. വിച്ച് ഇനിഷ്യേറ്റീവ് പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? RTGS, ജൻധൻ യോജന, സ്വിഫ്റ്റ്, CPS. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ജൻധൻ യോജനയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ക്ലിയർ ആണോ? റൂറൽ ഏരിയയിലൊക്കെ ബാങ്കിങ് സേവനങ്ങൾ എത്തിക്കുക. മെയിൻ എയിം ഓഫ് ബാങ്കിങ് സെക്ടർ റിഫോമേഴ്സ്, പ്രധാനപ്പെട്ട എയിം എന്താണ്? ബാങ്കിങ് സെക്ടർ റിഫോമിന്റെ പ്രധാനപ്പെട്ട എയിം എന്താണ്? യെസ്, ഇംപ്രൂവിംഗ് ഓക്കെ, ഇംപ്രൂവിംഗ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. കറക്റ്റ് ആൻസർ. 20ാമത്തത് വിച്ച് ഈസ് നോട്ട് എ റീറ്റെയിൽ ബാങ്കിങ് പ്രോഡക്റ്റ്? ഏതാണ് റീറ്റെയിൽ ബാങ്കിങ് പ്രോഡക്റ്റ് അല്ലാതെ? റീറ്റെയിൽ ബാങ്കിങ് പ്രോഡക്റ്റ് അല്ലാതെ. കറക്റ്റ് ആൻസർ സി ആണ്. കറക്റ്റ് ആൻസർ കോർപ്പറേറ്റ് ലോൺ. കോർപ്പറേറ്റ് ലോൺ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻ മൊബൈൽ ബാങ്കിങ്? യെസ്, ബാങ്കിങ് യൂസിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻ. അടുത്തത് വിച്ച് ബാങ്ക് merged with Bank of Baroda in 2019? Answer yes. Okay. Dena Bank and Vijaya Bank merged with Bank of Baroda under the banking consolidation plan. അടുത്തത് the head of a scheduled bank must hold a license from Ministry of Finance, Reserve Bank of India, SEBI, Indian Bank Association. Yes. Answer Reserve Bank of India. 24ാമത് റീറ്റെയിൽ ബാങ്കിങ് സർവീസസ് ഡു നോട്ട് ഇൻക്ലൂഡ്. റീറ്റെയിൽ ബാങ്കിങ് സർവീസിനകത്ത് വരാത്തത് എന്ത്? കറക്റ്റ് ആൻസർ ഡി ആണ്, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് ആണ്. കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് റീറ്റെയിൽ ബാങ്ക് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന സേവനങ്ങളിൽ വരുന്നത്. 25 വിച്ച് പേയ്മെന്റ് സിസ്റ്റം അലൗ 24/7 ഇമീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്? 24/7. യെസ്, സി ആണോ ബി ആണോ? സി ആണോ ബി ആണോ? സി ആണോ ബി ആണോ? IMPS ആണ്, ഇമീഡിയറ്റ് പേയ്മെന്റ് സർവീസ് ആണ്. സി ആണ് ആൻസർ. 24/7 സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? NEFT, RTGS ഒക്കെ ബാങ്കിങ് അവേഴ്സിൽ മാത്രമാണ് സേവനങ്ങൾ നൽകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം? ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ എന്താണ്?
യെസ്. ECS, Electronic Clearing System, is used for clearing bulk payment electronically. ECS. Which is a function of the banking ombudsman? Banking ombudsman ഒരു function. Okay. Correct answer. Address customer complaints. അടുത്തത്, which organization provide the SWIFT code for a bank? SWIFT code കൊടുക്കുന്നത് ആരാണ്? SWIFT code. Yes. സ്വിഫ്റ്റ് സൊസൈറ്റി ആണ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ?